ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തെ ഒരു അടുപ്പിൽ നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ടയാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന് അപ്പോൾ നമുക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ 2 സവോള ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്നു വരാൻ ആവശ്യമായിട്ട് കുറച്ച് പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴന്നു വരുന്ന ടൈമിൽ ഞാൻ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 2 വലിയ തക്കാളി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ പച്ചമുളകൊക്കെ അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇതിലോട്ട് ഒരു 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ കറി നമുക്ക് എടുത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട ഇതുപോലെ നെടുകയെന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെ. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ നേരം നമ്മൾ കുക്ക് ചെയ്യൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം ഒന്നുകൂടി വറ്റി പോവുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്